വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാനായിട്ട് പറ്റും. അപ്പം +2 പഠിക്കുന്ന കുട്ടികൾ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം ഇതാ എന്റെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങളുടെ +2 മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മീൻസ് നിങ്ങളുടെ +2 മാത്തമാറ്റിക്സിന്റെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ്. അപ്പം ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നമുക്ക് മാത്സിലായിക്കോട്ടെ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ ഫസ്റ്റ് ചാപ്റ്റർ എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും +2 മാത്തമാറ്റിക്സിലും ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി അധികം ചോദ്യങ്ങൾ വരാം. അപ്പോ ആ ഒരു ചോദ്യങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും പ്രതീക്ഷിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കാതെ വിട്ടുകളയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. അപ്പൊ അതിനെല്ലാം ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടന്നാലോ. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ +2 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ആദ്യമായിട്ടുള്ളത് റിലേഷൻസ് ആണ്. അപ്പൊ റിലേഷൻസ് തന്നെ നിങ്ങൾക്ക് 3 ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിക്കാനുണ്ട്. റിലേഷൻസില് റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് റിലേഷൻ എന്താണ്, സിമ്മട്രിക് റിലേഷൻ എന്താണ്, ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം എന്താണ് എന്നുള്ളത്, അതിന്റെ എക്സാമ്പിൾ. അതുപോലെ തന്നെ ഒരു റിലേഷൻ തന്നിട്ട് ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ 3 ടൈപ്പും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്ത് പറയാം, ഈക്വലൻസ് റിലേഷൻ എന്ന് പറയാം. അപ്പം ഈ ഒരു സെക്ഷനിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും തന്നെ തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ് എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ തന്നിരിക്കുന്ന റിലേഷൻ ഇക്വലൻസ് റിലേഷൻ അതെന്തായാലും ഒരു 5 മാർക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അപ്പം അത് നിങ്ങൾ എന്ന് പറയുന്നത് മീൻസ് നിങ്ങളുടെ ബുക്കിൽ തന്നെ നിങ്ങൾക്ക് എക്സസൈസിലുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എടുത്തു നോക്കുക ഇപ്പൊ തന്നെ. അപ്പം ആ ഒരു സെക്ഷൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് വരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോസ് ക്ലാസ്സസ് ആയിട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് +2 ക്ലാസ്സസ് +2 മാത്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു +2 മാത്സിന്റെ ആ ഒരു ക്ലാസ്സസ് എടുത്ത് കാണുക. ചാപ്റ്റർ 1ന്റെ 4 പാർട്ടായിട്ട് അങ്ങോട്ട് ഞാൻ വീഡിയോസ് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് തീർച്ചയായിട്ടും കാണണം. പിന്നെ എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ആണ്. റിലേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടുത്ത് കിടക്കുന്നത് ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് എന്താണ്, മീൻസ് എങ്ങനെയാണ് നമുക്ക് റിലേഷൻസിനെയും ഫംഗ്ഷൻസിനെയും വേർതിരിക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ എന്ന് പറയുന്നത് ഫംഗ്ഷൻസിനും ടൈപ്പ് ഉണ്ട്. 1-1 ഉണ്ട്, on-2 ഉണ്ട്. 1-1 on-2 ഫംഗ്ഷൻ ഉണ്ട്. 1-1 on-2. അപ്പം തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ on-2 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഏത് പറയുന്നത് എയും ബിയും സെറ്റുകളാണെങ്കിൽ F from A to B ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ 1-1 on-2 ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് 1-1 on-2 ആവാനുള്ള കണ്ടീഷൻ എന്താണ്. 1-1 on-2 ആണെങ്കിൽ അതിനെ ബൈജക്റ്റീവ് എന്ന് പറയും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മീൻസ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു 1-1 on-2 ഫംഗ്ഷൻസ് ചെക്ക് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ എക്സസൈസ് 1.2 നിങ്ങൾ എടുത്ത് നോക്കി ആ ക്വസ്റ്റ്യൻ ഒന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f from r star to r star defined by f(x) is equal to 1/x. f(x) is equal to 1/x is 1-1 and on-2. അപ്പൊ 1-1 on-2 ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് f from A to B, G from B to C ആണെങ്കിൽ G കോമ്പോസിഷൻ F കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ f(x) is equal to x,
ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ആണ്. സോ ജി ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ 1 മാർക്കിനും 2 മാർക്കിനും വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ വരുന്നത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ്. ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആയിരിക്കണം, 2 ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. പിന്നെ അവിടെ കുറച്ച് തിയറംസ് ഉണ്ട്. തിയറംസ് എനിക്ക് തോന്നുന്നു അതങ്ങനെ വലിയ അത്യാവശ്യം ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഒഴിവാക്കി കളയാതിരിക്കാൻ പറ്റുന്നത് ബൈനറി ഫംഗ്ഷൻസ് ആണ്. ബൈനറി ഫംഗ്ഷൻസിന്റെ ആ സെക്ഷനിൽ നിന്ന് മീൻസ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോ ദാറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് സബ്സ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ ആർ നോട്ട് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എൻ. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ 20ാമത്തെ പേജ് നമ്പർ 20 എക്സാമ്പിൾ 30 ആയിട്ട് കിടപ്പുണ്ട്. സബ്സ്ട്രാക്ഷനും ഡിവിഷനും ബൈനറി ഓപ്പറേഷൻസ് അല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് മീൻസ് അതിന്റെ ഇമേജ് എന്ന് പറയാൻ നമുക്ക് ഇവിടെ കിട്ടും. മീൻസ് എ ടു ബി ബൈനറി ഓപ്പറേഷൻ നമ്മൾ അതിന്റെ മൈനസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് സംഖ്യ എവിടെയില്ല? നാച്ചുറൽ നമ്പറിലില്ല. അപ്പൊ സബ്സ്ട്രാക്ഷനും ഡിവിഷനും എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സബ്സ്ട്രാക്ഷനും ഡിവിഷനും ഡിഫൈൻ ചെയ്തിരിക്കുന്ന നാച്ചുറൽ നമ്പറിലാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല എന്നുള്ളത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ നിങ്ങൾ അതൊന്ന് എടുത്തു നോക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എക്സാം മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 17 എന്ന് എനിക്ക് തോന്നുന്നു എക്സാം വരുന്നത്. അപ്പൊ ആ ഒരു എക്സാമിന് മുന്നേ ഈ ഒരു ചാപ്റ്റേഴ്സ്, നിങ്ങളുടെ +2 മാത്തമാറ്റിക്സിന് മുഴുവൻ ചാപ്റ്റേഴ്സിന്റെയും ഇങ്ങനെയുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോസ് ഞാനൊരു സീരീസ് പോലെ ഇനി ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പം ഏകദേശം നമ്മുടെ ചാപ്റ്റർ 1 നമ്മളൊന്ന് കവർ ചെയ്തു. ഞാൻ ഒത്തിരി അധികം വീഡിയോസ് +2 എക്സാമിന് വേണ്ടി മാത്സ് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ തീർച്ചയായിട്ടും +2 എക്സാം ആ ഒരു പ്ലേലിസ്റ്റിൽ പോയിട്ട് എടുത്തു നോക്കുക. അപ്പം പിന്നെന്ന് പറയുന്നത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, പെട്ടെന്ന് പഠിച്ചു തീർക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മീൻസ് ഒത്തിരി അധികം 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കാണാത്തവർ തീർച്ചയായിട്ടും എടുത്തു കാണുക.